യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് തിങ്സ് അല്ലേ? കാലിന് അത്രയും ശേഷിയുള്ള ഒരാളാണ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഇത് എത്ര ഇല്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചാലും ചെയ്ത് നോക്കിയാൽ ഒരു മൊമെന്റിൽ അത് അനങ്ങും, ഒരു മൊമെന്റിൽ അല്ലേ? അങ്ങനെ ഒരു അത് വരരുതെന്നുള്ളത് കൊണ്ട് ഉണ്ണി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻറ്റയർ ഷൂട്ടിലും ഉണ്ണി 2 കാലം കെട്ടിവെച്ചേക്കുമായിരുന്നു. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എസ്പെഷ്യലി ഫോർ സംബഡി ലൈക്ക് ഹിം ഹു ലൈക്ക് റോംസ് അറൗണ്ട് എവ്രിവെയർ. എല്ലായിടത്തും ഓടി നടന്ന് ചെയ്യുന്ന ഒരാൾക്ക് കാല് 2ഉം കെട്ടിവെച്ച് ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പം രഞ്ജിത്ത് സാറിൻ്റെ എന്തെങ്കിലും സജഷൻ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ യൂസ് ടു ഗോ ഇൻ ദ വീൽ ചെയറിൽ വേണം പുള്ളി മൂവ് ചെയ്ത് പോവാൻ. അപ്പം 2 കാലും കെട്ടിവെച്ചിട്ടാണ് ഉണ്ണി ഇരിക്കാറ്. നമ്മള് VFX ഉപയോഗിക്കേണ്ടെന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ നമ്മളിങ്ങനെ തിരിയുമ്പോ കണ്ടില്ലേ കാല് സ്വാധീനം ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കാല് മൊത്തം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ബ്ലഡ് തുടങ്ങി തീരുന്നത് വരെ ഗ്യാപ്പിൽ എഴുന്നേക്കുന്നല്ലാതെ അപ്പൊ എനിക്ക് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ആയി പോകും. നമ്മൾ ബ്ലഡ് ഫ്ലോ മാറുമ്പോൾ അപ്പോൾ ബ്ലഡ് പ്രഷർ മാറും. somebody who is very health conscious, ജിമ്മിൽ പോവുക, വർക്ക്ഔട്ട് ചെയ്യുക, ഭയങ്കര ആക്റ്റീവായി നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ he gained weight also. 5 കിലോ ഒരു ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ 5 കിലോ വെയിറ്റ് കൂടി. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയയിലേക്ക് പോയപ്പോൾ എനിക്ക് അന്നാണ് ഭയങ്കര സങ്കടം തോന്നിയത്. ദാറ്റ് ഈസ് എനിക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ലാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുക. ബട്ട് ഐ തിങ്ക് ദ സൊസൈറ്റി കംപ്ലീറ്റ്ലി ഡിസൈൻ എൻജിനീയർഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത് നമ്മളെപ്പോലെ ആൾക്കാർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ബട്ട് ആ കൂട്ടത്തിൽ എവിടേക്കോ ഏതെങ്കിലും പർട്ടിക്കുലർ സാധനം മറന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഇവരെ നായകനാക്കിയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പക്ഷേ ആ വിഭാഗത്തിന് തന്നെ ഈ സിനിമ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് എത്ര പേർക്കാണത് വണ്ടി ഓടിച്ച് അവിടെ എത്തി വന്ന്, ബിക്കോസ് അതൊരു ടാസ്ക്കാണ്. എന്നാലും എനിക്ക് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ദം ടു ദ മൂവി. ഈ സിനിമ ഈ വിഷുകാലത്ത് അവർ ആ സിനിമ കാണുമ്പോൾ അവർക്ക് രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന സിനിമയായിരിക്കും. അത് പേഴ്സണൽ ഒരു ആഗ്രഹം കൂടിയായിരുന്നു, ഈ നായകൻ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന്. നല്ലൊരു കുടുംബചിത്രമാണ്. എല്ലാവർക്കും വീട്ടിലെ അമ്മമാർക്കും അച്ഛനും കുട്ടികൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്പയറിംഗ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനെയും, ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ എല്ലാവർക്കും കണ്ട് ഇൻസ്പയർ ആവാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മുടെ കൂടെ റയാൻ എന്ന് പറഞ്ഞ മോൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര മിടുക്കനാണ്. സോ അഗെയിൻ മാളികപ്പുറത്തിന് ശേഷം ഞാൻ പറയാൻ ഒരു മോൻ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ.